തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചെന്ന പരാതിയിൽ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. വിവരങ്ങളുമായി അഞ്ജു ചേരുന്നുണ്ട്. അഞ്ജു, എന്തായാലും കനത്ത പ്രതിഷേധങ്ങൾക്കിടെ ഡോക്ടർക്കെതിരെ നടപടി അടക്കം എടുത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും കുടുംബം പോസ്റ്റ്മോർട്ടത്തിനടക്കം സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എപ്പോഴേക്കായിരിക്കും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക? കാർത്തു, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നവജാത ശിശു നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരണപ്പെടുന്നത്. എന്തായാലും കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചായിരിക്കും കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുക. ശേഷം ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഒരുപാട് പ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കുഞ്ഞിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കാനൊക്കെ കുടുംബം സമ്മതിച്ചത്. അതിനുശേഷം ഇന്നലെ വൈകിട്ടോടെയാണ് കുഞ്ഞിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയത്. പിന്നീട് ഈ മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ നിന്നും, അതായത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തന്നെ മാറ്റിയിരുന്നു. ചികിത്സാ പിഴവുണ്ടായെന്ന പരാതിക്ക് പിന്നാലെ ഈ സിസേറിയൻ നടത്തിയ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദറിനെയും ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഡോക്ടർ കൈക്കൂലി ചോദിച്ചു വാങ്ങിയെന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഉയർത്തിയിരുന്നു. 2 തവണയായി 5000 രൂപ വീതം ഡോക്ടർ തൻ്റെ പക്കൽ നിന്നും കൈക്കൂലിയായി വാങ്ങിയെന്നായിരുന്നു ആരോപണം. ഈ ആരോപണങ്ങൾക്കും അതുപോലെ തന്നെ ഈ വീഴ്ചയുണ്ടായി, ചികിത്സാ പിഴവിനെ തുടർന്നാണ് കുഞ്ഞ് മരിച്ചതെന്നുള്ള പരാതിയെ തുടർന്നും പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. രാഷ്ട്രീയ യുവജന സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ഈ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തിരുന്നത്. ആദ്യം സ്ഥലം മാറ്റുകയാണ് ചെയ്തത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നെങ്കിലും പിന്നീട് ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. എന്തായാലും കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് നടക്കും. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ കുഞ്ഞിൻ്റെ മരണകാരണം എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇത്തരത്തിലൊരു ചികിത്സാ പിഴവാണോ, പ്രസവ ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ ചികിത്സാ പിഴവ് മൂലമാണോ കുഞ്ഞ് മരിച്ചത്, അതോ ഗർഭത്തിൽ ഇരിക്കെ തന്നെ കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. എന്തായാലും ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടക്കും. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്നലെ ഈ പ്രസവ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുന്നതോടുകൂടി ഈ ഒരു കാര്യത്തിൽ ചികിത്സാ പിഴവ് മൂലമാണോ, ഈ ഒരു പ്രസവ ശസ്ത്രക്രിയക്കിടെയുണ്ടായ പിഴവ് മൂലമാണോ കുഞ്ഞ് മരിച്ചതെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരും. കാർത്തു, അഞ്ജു, അതുപോലെ തന്നെ ഇപ്പോൾ ബിന്ദു സുന്ദറിനെതിരെ കഴിഞ്ഞ സമാനമായ 2 പരാതികളും ഉണ്ടായിരുന്നു എന്ന് ആരോഗ്യവകുപ്പ് ഇന്നലെ അറിയിച്ചതാണ്. അതിനുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് വ്യക്തത വരുത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു അന്വേഷണം കൂടി ഇതിന്റെ ഭാഗമായി നടക്കില്ലേ? ബിന്ദു സുന്ദറിനെതിരെ സമാനമായ രീതിയിൽ 2 പരാതികൾ കൂടി ഇതിനു മുമ്പ് ലഭിച്ചിട്ടുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പരാതികളിൽ കൂടി അന്വേഷണം നടക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടോ? കാർത്തു, തീർച്ചയായും സമാനമായ രീതിയിൽ തന്നെ ഈ ഡോക്ടർക്കെതിരെ മുൻപും ഒരു പരാതി ലഭിച്ചിരുന്നു. ഇത് 2ാമത്തെ പരാതിയാണ് ഇത്തരത്തിൽ ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ, അതായത് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി തന്നെ ഒരു വ്യക്തതയുണ്ടാകും. മാത്രമല്ല, സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ തന്നെയാണ് ഈ അന്വേഷണത്തിനൊക്കെ തന്നെ നിയോഗിച്ചിട്ടുള്ളത്. പീഡിയാട്രിക്, ഗൈനക്കോളജി, അനസ്തേഷ്യ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരാണ് ഈ സംഘത്തിലുള്ളത്. എന്തായാലും ഈ ഒരു വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഡോക്ടറിൻ്റെ ഈ ബിന്ദു സുന്ദറിൻ്റെ പേരിൽ 2ാമത്തെ പരാതിയാണ് ഇത്തരത്തിൽ ലഭിക്കുന്നത്. ചികിത്സാ പിഴവുണ്ടായെന്നുള്ള രീതിയിൽ 2ാമത്തെ പരാതിയാണ് ലഭിക്കുന്നത്. മുൻപും ഇത്തരത്തിലൊരു യുവതി ഇത്തരത്തിൽ ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്ന് ചികിത്സാ പിഴവുണ്ടായെന്നുള്ള പരാതിയുമായിട്ടൊക്കെ വന്നിരുന്നു.
വന്നിരുന്നു. എന്തായാലും ഇത് രണ്ടാമത്തെ പരാതിയാണ്. ഈ ഒരു സംഭവത്തിൽ എന്തായാലും അന്വേഷണം നടക്കുകയാണ്. വിശദമായ അന്വേഷണത്തിനാണ് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അന്വേഷണം അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരും. കുഞ്ഞിൻ്റെ മരണം ഇത്തരത്തിൽ ശസ്ത്രക്രിയയ്ക്കിടെയുണ്ടായ പിഴവ് മൂലമാണോ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരും. എന്തായാലും വിശദമായ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ തന്നെയാണ് ആരോഗ്യവകുപ്പ് അന്വേഷണത്തിനായിട്ടൊക്കെ തന്നെ നിയോഗിച്ചിരിക്കുന്നത്. കാർത്തു. ശരി. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചെന്ന പരാതിയിൽ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. അതിനുശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. കനത്ത പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി ബന്ധുക്കൾ സമ്മതിച്ചിരിക്കുന്നത്. അഞ്ജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.